പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ജനപ്രതിനിധി ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ കൂറുമാറ്റം എന്ന ഗ്രൗണ്ടിൽ, അതായത് ഡിഫെക്ഷൻ എന്ന ഗ്രൗണ്ടിൽ അയോഗ്യനാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് ഈ ഗ്രൗണ്ടുകൾ എന്നല്ലേ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ ഭാഗമായി ഇലക്ഷനെ നേരിട്ട് ജയിച്ചു വന്നതിന് ശേഷം ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാർട്ടിയുടെ റിട്ടൺ ഡയറക്ഷൻ ഉണ്ടായിരുന്നു, അതായത് പാർട്ടി കൃത്യമായി വിപ്പ് നൽകിയിരുന്നു എങ്ങനെയാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷനിൽ വോട്ട് ചെയ്യേണ്ടതെന്ന് അത് കൃത്യമായി ഫോളോ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കാം. മൂന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ പറയുന്ന ജനപ്രതിനിധി ഇലക്ഷനെ നേരിട്ടത് സ്വതന്ത്രനായിക്കൊണ്ടാണ്, ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ സപ്പോർട്ടില്ലാതെ കൃത്യമായി സ്വതന്ത്രനായിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിജയിച്ചതും. ഇലക്ഷന് ശേഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് ഈ പറയുന്ന ഏതെങ്കിലും പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഭാഗമാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിലും ഇദ്ദേഹത്തെ അയോഗ്യനാക്കാം. ഇവിടെ അയോഗ്യത തീരുമാനിക്കുന്നത് ഒരു കോടതിയല്ല, മറിച്ച് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് 1999 കേരള നിയമസഭ പാസാക്കിയ ദ കേരള ലോക്കൽ ബോഡീസ് പ്രൊഹിബിഷൻ ഓഫ് ഡിഫെക്ഷൻ ആക്ട് 1999